മനുഷ്യൻ അവന്റെ ഏകാന്തതയിലും ആരും അവനെ നിരീക്ഷിക്കുന്നില്ലെങ്കിലും ആരുടെയും അന്വേഷണ പരിധിയിൽ അവനില്ലെങ്കിലും സ്വത്വമായ ഗുണങ്ങളെയും മാന്യമായ സമീപനങ്ങളെയും സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ മാനവിക ബോധമുള്ളവൻ. ആ മാനവികമായ ബോധം അവനുള്ളതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും അവനെ ആസ്പദിച്ചുകൊണ്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. ആകാശവും ഭൂമിയും ലതാദികളും മുഴുവൻ മനുഷ്യന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഗുണത്തിനും വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി ഈ പ്രമേയത്തെ നിരവധി സ്ഥലങ്ങളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, നിങ്ങൾക്ക് വാസയോഗ്യമായ ഭൂമിയെ ഒരുക്കിയവനാണ് അല്ലാഹു തആല. വസ്സമാഅ ബിനാഅ, നിങ്ങൾക്ക് മേൽപ്പുരയായി ആകാശത്തെ സംവിധാനിച്ചിരിക്കുന്നു. വസവ്വറകും ഫഅഹ്സന സുവറകും, ലോകത്തൊരുപാട് സൃഷ്ടിജാലങ്ങൾ സൗകുമാര്യതയുടെ സമവാക്യങ്ങളായി ഉദ്ധരിക്കപ്പെടുമ്പോഴും അതിന്റെ എല്ലാം മുന്നിൽ 14-ാം നിലാവിനേക്കാൾ ശോഭയോടെ ഒരുപാട് നറുമണങ്ങളുള്ള പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുഷ്പകവാടിയിൽ ഏറ്റവും വസന്തം ചുരത്തുന്ന പുഷ്പമായി മനുഷ്യനെ അല്ലാഹു തആല സംവിധാനിച്ചു.